വീട്ടിലെ മോട്ടർ കേടായിട്ട് ഞാനും എൻ്റെ മുത്തച്ഛനും കൂടി പുഴയ്ക്ക് പോയി. മുത്തച്ഛനും ഞാനും മുത്തച്ഛനും കൂടി പുഴയ്ക്ക് പോയി. പുഴയ്ക്ക് പോയപ്പോൾ പുഴൻ്റെ അടുത്താണ് അമ്മോൻ്റെ വീട്. ഉമ്മാൻ്റെ ആങ്ങളുടെ വീട് അവിടെയാണ്. അപ്പോൾ ആങ്ങൾക്ക് കുട്ടികളും മക്കളൊന്നുമില്ല, അമ്മായി അമ്മോനും തന്നെ ഉള്ളു. അപ്പോൾ ഓൻ്റെ അടുത്തേക്ക് പോയിങ്ങാണ്ട് ഉമ്മ പറഞ്ഞു രാവിലെ തന്നെ അങ്ങോട്ട് പോയിക്കോളി, എന്നിട്ട് അവിടുന്ന് ചോറും കറിയൊക്കെ തിന്നുങ്ങാണ്ട് സാവധാനമൊക്കെ അങ്ങനെ കുളിച്ച് കയറിയാൽ മതി എന്നാണ്. ഉമ്മ വരുന്നില്ല എന്നാണ്. അമ്മായിമ്മയും അമ്മോശനും പെരിയിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മുത്തച്ഛനോട്, ഇന്നിപ്പോൾ പെരിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കും, ഇപ്പോൾ കുറേ ദിവസമായിക്കണം ഉമ്മാനായിട്ട് ഇങ്ങനെ അതായി ഇങ്ങോട്ട് നിൽക്കണം. അപ്പോൾ ഇന്നെന്തായാലും ഇപ്പോൾ പെരിയിൽ നല്ലൊരു പരിപാടി നടക്കുന്ന. അതിൽ മുത്തച്ഛി പറഞ്ഞ് ഞങ്ങൾ പുഴയിൽ നല്ലൊരു പരിപാടി എടുക്കും, ഇത് നോക്കി നോണ്ടിന്ന്. അങ്ങനെ അതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പുഴയൊക്കെ പോയി. ആദ്യം അമ്മോൻ്റെ അടുത്തേക്ക് പോയി. അമ്മോൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അമ്മോന് നല്ല സ്വഭാവം. അമ്മ പറഞ്ഞു ഞാനും വരണ്ട്, നമുക്ക് നീന്തലൊക്കെ പഠിച്ചാൽ, എനിക്ക് നീന്താനറിയില്ല, എന്നെ നീന്തം പഠിപ്പിച്ചേണ്ടി. അമ്മോൻ്റെ അടുത്തേക്ക് പോയി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയപ്പോൾ മൂത്തച്ഛനക്കൊന്ന് കിടന്നേ കഴിയുള്ളൂ. അതിൽ മൂത്തച്ഛന് നിങ്ങളിങ്ങനെ കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരുമ്പലവിടെ നിൽക്കില്ല, ചെന്നും കൊണ്ട് വന്ന് എൻ്റെ കാലം നെക്കി കാട്ടുക, കുറച്ച് നേരം മതി എന്ന് പറഞ്ഞാണ്ട് മൂത്തച്ഛനാണ്ട് റൂമിൽ കൊണ്ടുപോയി. വാതിൽ ചായ ഇട്ടിട്ടുള്ളൂ. കുറേ നേരം കഴിഞ്ഞപ്പം മൂത്തച്ഛനെ കാണാതായപ്പം ഞാനെന്നാണ്ട് വിളിക്കാൻ പോയത്. അപ്പോൾ വാതിലിട്ട് തുറക്കാൻ പാടിയിരുന്നപ്പോൾ ഞാൻ വാതിലിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നോക്കിയതാ, തുറക്കണ്ടേ എന്നുള്ളത്. മുട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കിയതാണ്. അതിൽ വാതിലിൻ്റെ ഒരു ഇടം ഇങ്ങനെ കാണുന്നുണ്ട്. അതിലൂടെ നോക്കിയപ്പോൾ ഉണ്ട് മൂത്തച്ഛി കട്ടിലിൻ്റെ അടി ഇരുന്ന് കണ്ടുണ്ട്. മൂത്തച്ഛൻ്റെ സാമാനം ഇങ്ങനെ ഈമ്പി കൊടുക്കുന്നുണ്ട്. കയ്യിൽ പിടിച്ച് കണ്ട് അങ്ങനെ സാമാനത്തെ നീപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ മെല്ലെ കണ്ട് വലിഞ്ഞപ്പോൾ അത് അമ്മോൻ കണ്ടിരുന്നു. അമ്മോൻ കണ്ടപ്പം ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ അമ്മോൻ കണ്ടുകൊണ്ട് പിന്നെ മെല്ലെ വന്നുകൊണ്ട് നോക്കുന്നുണ്ട്. അതിൽ അമ്മായിനോട് എന്നാണ് പറഞ്ഞു, ഓല് അവിടെ പോയിക്ക് വന്നോളൂ, നമ്മളങ്ങോട്ട് ഇറങ്ങാന്ന്. അങ്ങനെ ഞാനും അമ്മോനും കൂടി പുഴയൊക്കെ ഇറങ്ങി. എനിക്ക് നീന്താനൊന്നും അറിയില്ല. അപ്പം അമ്മായി എറിഞ്ഞ് തിരുമ്പണ്ട, ഞാൻ തിരുമ്പിക്കോളാം, നിങ്ങൾ അവിടെ ഇരുന്നോളി. പറഞ്ഞാൽ അതൊന്നും വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം, താത്ത വരുള്ളൂ, ഞാനും ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ തിരുമ്പിയപ്പോൾ അമ്മോനപ്പോത്തിൻ്റെ ചെറിയൊരു മുണ്ട് കൊടുത്തുങ്ങാണ്ട് വെള്ളത്തേക്ക് ഇറങ്ങിക്കാണ്ട് എന്നോട് ചോദിച്ചെനിക്ക് കക്ക വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ വെള്ളത്തേക്ക് ഇറങ്ങിയാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അമ്മോനെ കാണാനില്ല. അപ്പോൾ അമ്മോൻ കൂലിട്ട് നീന്തിക്കാണ്ട് അങ്ങനെ അങ്ങോട്ട് പോയിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, കാക്കാനെ കാണാനില്ല അതാണ് പറഞ്ഞത്. അത് വെള്ളത്തിൽ കൂലിട്ട് അങ്ങോട്ടെങ്കിലും പോയി പറഞ്ഞാൽ നല്ല രസമല്ലേ നീന്താനും അറിയില്ല എന്ന്. അതിൽ അമ്മായി പറഞ്ഞു ഞാൻ തിരുമ്പിക്കോളാം, ഇതൊരു കാര്യം ചെയ്യുവോളൂ വരുവോളും നീന്തൽ പഠിച്ചാൽ കാക്ക നീന്തൽ പഠിപ്പിച്ചു തരുന്നത്. അവരൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പൊന്തപ്പോൾ അത് മാടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വളർന്ന് കുറച്ചൊന്ന് അങ്ങോട്ട് കൊണ്ടുപോയിക്കണം നീന്തം പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്നോട് തന്നെ ഓളോട് ഞാൻ പറഞ്ഞല്ല നീന്തം പഠിച്ചാൽ ഓള് വരാനിട്ടല്ലേ എന്ന്. അങ്ങനെ രണ്ടും കൽപ്പിച്ചിന്നെ വലിച്ച് കൊണ്ടുപോയി വെള്ളത്തേക്ക്. എനിക്ക് പേടിയായി കുറച്ചുണ്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാവുണ്ട്, ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറുകി പിടിച്ചപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, ഇങ്ങനെ എൻ്റെ കയ്യുമ്മൽ ഇങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞാണ്ട് മെല്ലെ പിന്നെ അതിൻ്റെ കൈമ്മൻ്റെ അവിടേക്ക് ഇങ്ങനെ ഇതാക്കി തന്നു. അങ്ങനെ ഞാൻ മെല്ലെ ഇങ്ങനെ ഒരു കൈയായിട്ട് അതിനെ കണ്ട് കൊത്തി പിടിച്ചിങ്ങാണ്ട് ഒരു കൈയായിട്ട് ഇങ്ങനെ തൊയണമാരി ഇങ്ങനെ നിന്ന്. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് ചെയ്തുകൂടെ അങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാക്കി തന്നു. എൻ്റെ അടിയിൽ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തേക്ക് ഇങ്ങോട്ട് കൂളിട്ട് പറഞ്ഞാൽ ഒന്ന് അവിടുന്ന് ഇങ്ങനെ മുങ്ങി നീർന്നപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ തോർത്തിങ്ങനെ പൊളന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. ചെറിയൊരു തോർത്താണ് എത്തുന്നുണ്ട്. ആ തോർത്തിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ അതിനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ആകെ അന്താളിച്ച് പോയി. നല്ലൊരു എന്താ പറയുക, വെള്ളത്തിലിങ്ങനെ കണ്ടിട്ട് നല്ല മുറ്റുള്ളൊരു സാധനം ഉണ്ട്. അതിൽ എനിക്ക്
എനിക്കെന്താണെന്നറിയില്ല, എന്തൊക്കെയോ ഉണ്ട് മേത്ത് കൂടെ അങ്ങോട്ടതായി. ഇങ്ങനെ ഞങ്ങളിങ്ങനെ കളിച്ച് ഇത് ഇങ്ങനെ പിടിച്ച് എന്താ പറയുക, കയ്യുമ്മ കിടന്നിട്ട് ഇങ്ങനെ നീന്തം പഠിപ്പിച്ചിൻ്റെ അവിടെയും ഇവിടെയൊക്കെ അമ്മവും പിടിക്കാൻ തുടങ്ങി. എന്താ വെച്ചാൽ കയ്യുമ്മ കിടക്കുമ്പോൾ മമ്മലും അതേപോലെ അങ്ങനെ ഓരോരോ ഭാഗത്തും അമ്മോനിങ്ങനെ ടച്ച് ചെയ്ത് അമ്മോൾക്ക് നല്ല ഹരം കൂടി.